പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ സൗഹൃദത്തിൽ കുറച്ചും കൂടി അവർ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ ആൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടിയും ഒരു എൻജോയ്മെൻറ്റ്, സെലിബ്രേഷൻ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ്. വല്ലപ്പോഴും ഒന്ന് കാണുന്നു, വല്ലപ്പോഴും ഒന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളെന്തിനാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത്? നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, നമുക്ക് ചില്ല് ചെയ്യാം. അപ്പോൾ കൂടുതലും ഫ്രണ്ട്ഷിപ്പുകൾ അവർ സെലിബ്രേറ്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനുമാണ് ഇഷ്ടപ്പെടുന്നത്. ആ സെലിബ്രേഷനും എൻജോയ്മെൻറ്റും മാത്രമായിട്ട് ഫ്രണ്ട്ഷിപ്സ് ഒതുങ്ങാണ്. അവർ കുറച്ചും കൂടിയും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നമുള്ള കാര്യങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാവണില്ല. അപ്പോൾ എന്തുണ്ടാവും? ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഇവരുടെ ഉള്ളിൽ തന്നെ വെച്ച് അത് ഭയങ്കരമായിട്ട് പൊട്ടാറാവണ പോലെ ആകുമ്പോഴായിരിക്കും പെട്ടെന്ന് അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറുക. അപ്പോൾ ആമ്പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ സെലിബ്രേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് മാത്രമായിട്ട് ഫ്രണ്ട്ഷിപ്സ് ഒതുങ്ങാണ്ട് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് തോന്നുന്ന കാര്യങ്ങളും മറ്റേ ആൾ എന്ത് ചിന്തിക്കും, അവൻ എന്നെ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക. അതിൽ എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കാൻ പറ്റുന്ന പോലത്തെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന പോലത്തെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക.